വടകര കാഫിർ സ്ക്രീൻഷോട്ട് കേസ് റിമാൻഡിൽ കഴിയുന്ന ഡിവൈഎഫ്ഐ നേതാവ് ജിതിൻ ഭാസ്കറിനെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടാനുള്ള അപേക്ഷയിൽ ഇന്ന് വിധി പറയും. ഇതിന്റെ ജാമ്യാപേക്ഷയിലും വടകര 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഇന്നാണ് വിധി പറയുക. ദീപക് തർമ്മണം ഈ വാർത്തയുടെ അപ്ഡേറ്റുമായി ചേർന്നു. കോഴിക്കോട് നിന്ന് ദീപക് പറയൂ. രണ്ട് കാര്യങ്ങളിൽ നിന്ന് കോടതിയിൽ നിന്നും വിധി വരേണ്ടതുണ്ട്. വടകര ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്നാണ് വരേണ്ടത്. അതൊന്ന്, ജിതിൻ ഭാസ്കറിനെ പോലീസ് കസ്റ്റഡി അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ കേസിൽ കാഫിർ സ്ക്രീൻഷോട്ട് ആരാണ് ഉണ്ടാക്കിയത്, ഈ സ്ക്രീൻഷോട്ടിൻ്റെ ഉറവിടം അത് കണ്ടെത്തണം. അത് കണ്ടെത്തണമെങ്കിൽ അത് പ്രചരിപ്പിച്ച കേസിൽ ഇപ്പോൾ റിമാൻഡിൽ കഴിയുന്ന ജിതിൻ ഭാസ്കറിനെ വിശദമായി ചോദ്യം ചെയ്യണം. അങ്ങനെ വിശദമായി ചോദ്യം ചെയ്യാൻ വേണ്ടിയാണ് ഈ SIT കസ്റ്റഡിയിൽ വാങ്ങാൻ തീരുമാനിച്ചത്. നേരത്തെ ഉണ്ടായിരുന്ന SITയുടെ ചുമതലയുണ്ടായിരുന്ന SP ടി ഫറാഷിൻ്റെ കാലത്താണ് അത് കോടതിയിൽ സമീപിച്ചത്. ഇപ്പോൾ SP മാറിക്കഴിഞ്ഞു, മെറിൻ ജോസഫ് ആയി കഴിഞ്ഞു. അവരും അതേ രീതിയിൽ തന്നെ ഈ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്ത് വിശദാംശങ്ങൾ പുറത്തു കൊണ്ടുവരണം എന്ന നിലപാടിലാണ്. ഇതാണ് ഒരു കാര്യം. മറ്റൊന്ന്, ജിതിൻ ഭാസ്കറിൻ്റെ ജാമ്യാപേക്ഷയും കോടതി ഇന്ന് പരിഗണിക്കുന്നുണ്ട്. ഈ രണ്ട് കാര്യത്തിലും ഇന്ന് തീരുമാനമുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. SITയെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ ഉറവിടത്തിലേക്കുള്ള അന്വേഷണം, ശാസ്ത്രീയമായ തെളിവുകൾ, ഈ സൈബർ സെല്ലിൻ്റെയും ഫോറൻസിക് ലാബിൻ്റെയും സഹായത്തോടുകൂടി ഇത് എവിടെയാണ് ഉൽപ്പാദിപ്പിച്ചത്, ഈ ഗ്രാഫിക് കാർഡ് നിർമ്മിച്ചത് എവിടെയാണ്, പ്രത്യേകിച്ചും ആ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ വലിയ രാഷ്ട്രീയ വിവാദമായിരുന്നു. UDF അധികാരത്തിലേറ്റ സമയത്ത് അവിടെ നിന്നും പാറക്കൽ അബ്ദുള്ള MLA ആണ് ഇതിൽ രമേശ് ചെന്നിത്തലയെ കണ്ട് ആഭ്യന്തരമന്ത്രിയെ കൊണ്ട് SIT രൂപീകരണത്തിലേക്ക് എത്തിച്ചത്. SIT രൂപീകരിച്ച് എത്രയും വേഗം തന്നെ ആദ്യ പ്രതിയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ഉറവിടത്തിലേക്കാണ് അന്വേഷണം. SKN. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.